ഈ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറിനെതിരെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ് കീമോതെറാപ്പി. ഇത് നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ തരാം, ഗുളികകളായിട്ട് എടുക്കാം, മസിലിനകത്തോട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ട്, നട്ടലിലോട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ട് എല്ലാം കീമോതെറാപ്പി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഞരമ്പിലൂടെയാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതൊന്നുമല്ല, അത് മെഷീൻ വെച്ച് കൊടുക്കേണ്ട ഒരു ചികിത്സാ രീതിയല്ല, അവശരാക്കുന്ന ഒരു ചികിത്സാ രീതിയല്ല. എല്ലാ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് കീമോതെറാപ്പി ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു ചികിത്സാ രീതിയാണെന്ന്. അല്ല. ഇതൊന്നുമല്ല. കയ്യിലൊരു സൂചി ഇടുന്നു, നമ്മളെല്ലാം ഡ്രിപ്പ് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അതേപോലെ കയ്യിലൊരു സൂചി ഇടുന്നു. ഈ കയ്യിലൂടെ സൂചി ഇട്ടതിന് ശേഷം ഡ്രിപ്പ് വഴി ആണ് ഈ മരുന്നുകൾ തരുന്നത്. ചില കീമോതെറാപ്പി അരമണിക്കൂറിൽ കഴിയും, ചില കീമോതെറാപ്പിക്ക് 3 മണിക്കൂർ വരെ വേണ്ടി വരാം, ചില കീമോതെറാപ്പി 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയി എടുക്കുന്ന കീമോതെറാപ്പിയാണ്. അത് ഓരോ ക്യാൻസർ അനുസരിച്ച് ഏത് കീമോതെറാപ്പി മരുന്നാണ് എന്നതനുസരിച്ചിട്ടാണ് ഈ ദൈർഘ്യം നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ ദിവസവുമല്ല കീമോതെറാപ്പി എടുക്കുന്നത്. യൂഷ്വലി 2 ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ 3 ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ 4 ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെയാണ് കീമോ എടുക്കുന്നത്. എല്ലാ കീമോതെറാപ്പിക്കും അഡ്മിറ്റ് ആവേണ്ട ആവശ്യവും ഇല്ല.